റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് ഇതേപോലെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ റിസോർട്ടുകളെല്ലാം തന്നെ നേരിട്ട് കാണുകയും അവരുടെ കൃത്യമായിട്ട് അവരുടെ സർവീസുകളൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷമാണ് റിവ്യൂസായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു റിസോർട്ടും നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നടവൽ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. നമുക്ക് നേരെ ചെന്നിട്ട് എന്തൊക്കെ ഔട്ട്ഡോർ ഫെസിലിറ്റീസാണ് ആദ്യം കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നല്ല ബദാം ട്രീ, അതിൻ്റെ താഴെ നല്ല രീതിയിൽ തണലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ലൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ടോട്ടൽ 11 റൂമുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. അതിൽ തന്നെ 3 ബെഡ്റൂമിൻ്റെ 3 കോട്ടേജുകളും 2 സിംഗിൾ ബെഡ്റൂമുകളായിട്ടാണ് വരുന്നത്. 60 മെമ്പേഴ്സിന് വരെ ഇവിടെ കപ്പാസിറ്റി ഉണ്ട്. എക്സ്ട്രാ മാട്രസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അത്രയും മെമ്പേഴ്സിന് ഇവിടെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാം. 49 സീറ്റുള്ള ബസ്സിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ നിന്നും ഏകദേശം ഒരു 300-400 മീറ്റർ പുറത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ബസ്സിന് നിർത്തിയിടാനുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവർ ഷട്ടിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന കിഡ്സ് ഏരിയയും പൂളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ്. അതിഷ്ടമുള്ളവർക്ക് അതും യൂസ് ചെയ്യാം. ഇവിടെ 3 റെസ്റ്റോറൻറ്റ് ഏരിയകളാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരെണ്ണം പുറത്തായിട്ടും ബാക്കി 2 ഉള്ളിലാണ് വരുന്നത്. 32 മെമ്പേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന സിറ്റിംഗ് കപ്പാസിറ്റിയുള്ളൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് പൂളും കിഡ്സ് പാർക്കും കൊടുത്തിട്ടുള്ളത്. പൂളിൻ്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പൂൾ കൊടുത്തിട്ടുള്ളത്. പൂളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കാനും കഥകൾ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആണ്. പൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 10-11 മീറ്റർ നീളവും 3-4 മീറ്ററോളം വീതിയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പൂളാണ്. കൂടുതൽ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന സൗകര്യം ഇതിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ബാത്ത് ചെയ്യാനും അതേപോലെ തന്നെ പൂളിന് ശേഷം ബാത്ത് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് ഷവർ ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. പൂളിനോട് ചേർന്നിട്ട് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ഏരിയ കൊടുത്തിട്ടുള്ളത്. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ട്രംബോളിനും അതേപോലെ തന്നെ ചെറിയ 2 സ്വിങ്, അതേപോലെ തന്നെ മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷട്ടിൽ കോർട്ടും കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിന് പുറമെ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനും അതേപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പുറത്ത് കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ്. ഇനി നമുക്ക് കാണാനുള്ളത് ഉള്ളിൽ ചെന്നിട്ട് മുകളിൽ ജിം ഫെസിലിറ്റീസും അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട ശേഷം നമുക്ക് റൂമിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു വരാന്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഈ ഒരു വരാന്തയിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം വരുന്നത് ഇവിടുത്തെ റിസപ്ഷനിലേക്കാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രീമിയം ടച്ച് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. റിസപ്ഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ നടുവിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു മുറ്റമൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുമാത്രമല്ല ഇവിടുത്തെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കംപ്ലീറ്റ് നോക്കുമ്പോൾ ഒരു കൊട്ടാരത്തിലെത്തിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ഇൻഡോർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ബുക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് ഫുഡോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ മുകൾ ഭാഗത്ത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ചെസ്സ് കളിക്കാനുള്ള ചെറിയൊരു ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ 10-50 മെമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത് ഗ്രൂപ്പ് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് താഴേക്ക് നോക്കി നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഹെൽത്ത് ക്ലബ്ബ്, അതായത് ജിം ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ജിമ്മ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും. ഇവിടെ ഒരു ട്രെഡ്മില്ല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നടക്കാനും ഓടാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ട്രെഡ്മില്ല് കൂടാതെ സൈക്ലിങ്ങും അതേപോലെ തന്നെ ഷോൾഡർ വർക്കൗട്ടിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതിന് പുറമെ ടേബിൾ ടെന്നീസും അതേപോലെ തന്നെ ക്യാരംസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ട്രംബോളിനും ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ചെറിയ മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. നിങ്ങൾക്കിവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന 3 ഏരിയകളിൽ ആദ്യത്തെ ഏരിയ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അധികം മെമ്പേഴ്സ് വരുവാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക്
ഫുഡ് സെർവ് ചെയ്യുന്നതായിരിക്കും. ബൊഫേ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉദ്ദേശിച്ച് ബുക്ക് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡും കഴിക്കാം, അതേപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും സാധിക്കും. റിസപ്ഷന് തൊട്ടടുത്ത് വരുന്ന റെസ്റ്റോറൻറ്റാണിത്. നിങ്ങൾക്ക് നോർമലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനാണ്. അതിന് പുറമെ മറ്റ് ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് റൂംസിലേക്ക് പോവാം. അതായത് 3 ബെഡ്റൂമിൻ്റെ 3 കോട്ടേജുകളും സിംഗിൾ റൂം 2 എണ്ണമാണ് ഇവിടെ വരുന്നത്. ടോട്ടൽ 11 റൂംസ്. അതിലാദ്യം നമുക്ക് 3 ബെഡ്റൂമിൻ്റെ കോട്ടേജ് ഒന്ന് കാണാം. 3 BH കോട്ടേജിൽ കോമൺ ഹാള് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ സ്പേസ് ഉള്ളൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് TV ഒക്കെ കാണാനുള്ള ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാ റൂമിലും നിങ്ങൾക്ക് വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ AC-യും നോൺ AC-യും അവൈലബിൾ ആണ്. റൂമിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ക്വീൻ സൈസ് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഫി അതേപോലെ തന്നെ ടീ സപ്ലൈസ് മുഴുവനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള അലമാരകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂമിൽ തന്നെ TV-യും വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിംഗിൾ റൂമാണ്. ആദ്യം കണ്ടിരിക്കുന്ന 3 BH-ൽ കൊടുത്തിരിക്കുന്ന അതേ അമ്യൂണിറ്റീസ് തന്നെയാണ് സിംഗിൾ ബെഡ്റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്വീൻ സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ AC-യും ഫാനും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ടീ സപ്ലൈസും പിന്നെ ഫ്രണ്ട് ഓഫീസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഫോൺ അതേപോലെ തന്നെ വേസ്റ്റ് ബിൻ, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിനായിട്ട് TV-യും ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂമും അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനുള്ള ഷെൽഫും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ടോട്ടൽ എത്ര റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്, ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, എത്ര പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫാമിലി അതേപോലെ തന്നെ കപ്പിൾസിനൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും, എത്ര അഡൽട്സ് ഉണ്ട്, അതായത് 12 വയസ്സിന് മുകളിലായിട്ടുള്ള ആൾക്കാരെ അഡൽട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അവരുടെ എണ്ണം 6 to 11 ഇയേഴ്സ് ഉള്ള കുട്ടികളുടെ എണ്ണം, ബിലോ 5 ഉള്ള കുട്ടികളുടെ എണ്ണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ ചെക്ക് ഇൻ ഡേറ്റും ചെക്ക് ഔട്ട് ഡേറ്റും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നോർമലി ഇവിടെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4,000 4,500 വരെയാണ്. സ്പെഷ്യൽ റേറ്റിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം ബുക്കിങ്ങിലേക്ക് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കും ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.